ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൂരം നക്ഷത്രത്തിന്റെ 2026 മെയ് ജൂൺ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. പൊതുവെ എടുത്തു പറയാനാണെങ്കിൽ ഈ മാസങ്ങളിൽ ഈ പൂരം നക്ഷത്രക്കാർക്ക് മാതാപിതാക്കളും ആയിട്ട് കുടുംബമായിട്ട് അകന്നു കഴിയേണ്ട ചില സാഹചര്യങ്ങൾ വന്നുപെടുന്നതാണ്. ചിലർക്കൊക്കെ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് ഈ മെയ് ജൂൺ മാസം. നിങ്ങൾക്ക് ധാരാളം പുണ്യസ്ഥലങ്ങൾ ദർശിക്കാനുള്ള യോഗം ഉള്ള സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾക്കൊക്കെ വളരെ ഗുണകരമായിട്ട് കാണുന്നു. അവർക്ക് തൊഴിൽ മേന്മ ഉണ്ടാകുന്നു, പ്രമോഷനോ ഇനി തൊഴിലില്ലാത്തവർക്ക് അത് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. കായിക രംഗത്ത് ഉണ്ടാകുന്നവർക്ക് അംഗീകാരമൊക്കെ കിട്ടുന്ന സമയമാണ്. നിങ്ങൾക്ക് ഊഹിച്ചതുപോലെ അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെ ഒരു നിലയിൽ എത്തിച്ചേരാൻ പറ്റുന്നതാണ് ഈ കായിക രംഗത്തൊക്കെ പ്രൊഫഷണലായിട്ട് എടുത്തിരിക്കുന്നത്. ഊഹക്കച്ചവടം, അതായത് ഷെയർ മാർക്കറ്റ് ബിസിനസ്, മറ്റ് ഊഹാപോഹങ്ങൾ വെച്ചിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഈ മാസങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നതല്ലാണ്. നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിയാവുന്നതും ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയത്തൊന്ന് ഹോൾഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ധാരാളം അനാവശ്യ ചിലവുകളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ തന്നെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് അസ്വസ്ഥമാകാനുള്ള സാധ്യതയും കാണുന്നു. സാമ്പത്തിക രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന സമയമാണ്. ഉറ്റമിത്രങ്ങളുമായിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. അതിനുള്ള യോഗമുണ്ട്. ഭൂമി വാങ്ങാനുള്ള യോഗവും നിങ്ങൾക്ക് കാണുന്നു. ഈ പുരുഷന്മാരൊക്കെ ഒന്ന് കരുതിയിരിക്കുക. അന്യ സ്ത്രീകളോട് താല്പര്യം കൂടി വരുന്നൊരു സമയമാണ്. അത് കുടുംബ ബന്ധങ്ങളിലൊക്കെ ചില ഉലച്ചിലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവും. പിതൃസ്വത്തുക്കളെ ചൊല്ലി സംബന്ധിച്ചൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള, ബന്ധുക്കളുമായിട്ടൊക്കെ തർക്കങ്ങൾ, സഹോദരങ്ങളുമായിട്ടൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ധാരാളം പണം ചിലവഴിക്കുന്ന സമയമാണ്. പോക്കറ്റ് കാലിയാകാണ്ട് നോക്കുക. ദൂർത്ത് നല്ലതല്ല. സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിലും ചിലവ് നിങ്ങൾ ഈ ദൂർത്ത് കാരണം അമിത ചിലവ് ഉണ്ടാക്കി വെക്കുന്നതാണ്. നിങ്ങൾ പ്രവർത്തിക്കാതെ നിങ്ങൾക്കൊരിക്കലും ഒരു അംഗീകാരം ലഭിക്കുകയില്ല. അതുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. കൂടെ നിൽക്കുന്നവർക്കൊക്കെ ഓഫീസിലൊക്കെ അല്ലെങ്കിൽ പ്രൊഫഷനിലൊക്കെ നല്ല നിലയിലേക്ക് പോകുമ്പോൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സമയം നല്ലതാണ്. പക്ഷെ നിങ്ങളുടെ അലസത അല്ലെങ്കിൽ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഉണർന്നൊന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല നിലയിലെത്താൻ പറ്റും. നിങ്ങളുടെ ആത്മസുഹൃത്തുക്കളൊക്കെ നിങ്ങളെ തള്ളിപ്പറയുന്ന ഒരു സമയം ജൂണൊക്കെ ആകുമ്പോൾ തള്ളിപ്പറയുന്ന ഒരു സമയം ഉണ്ടാവും. അതുപോലെ ശത്രു ഭയം മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയും നിങ്ങൾക്കുണ്ടാകും. ക്രയവിക്രയങ്ങൾ ആലോചിച്ച് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. അത് ബിസിനസ്സൊക്കെ നന്നായിട്ട് ആലോചിച്ച് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. ചില ബന്ധുക്കളുടെ പ്രയത്നങ്ങളൊക്കെ അല്ലെങ്കിൽ ചില ബന്ധുക്കളുടെ പ്രശ്നങ്ങളൊക്കെ ഇടപെടുന്നത് മൂലം നിങ്ങൾക്ക് ദ്രവ്യനഷ്ടം, ധനനഷ്ടവും മാനഹാനിയും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയാൻ പോകരുത്. അതുപോലെ തലയിടാനും പോകരുത്. കടുത്ത സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ബന്ധു കാരണം. സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ മനക്ലേശം ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളുടെ സന്താനഭാവം അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല. പല രീതിയിലുള്ള മനസങ്കടം നിങ്ങൾക്ക് സന്താനങ്ങൾ വരുത്തി വയ്ക്കുന്നതാണ്. നിങ്ങൾക്കൊരു നിരാശാബോധമൊക്കെ ഈ സമയത്തൊക്കെ ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരെ അറിയുകയൊന്നുമില്ല. നിങ്ങളിങ്ങനെ കൊണ്ടുപോകണം. പൊതുവേ മൊത്തത്തിലൊരു ചെറിയ സുഖം ഉള്ള സമയമാണ്. പക്ഷെ അത് നിങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുകയില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള വിജയവും ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങളിങ്ങനെ നടക്കും. അതല്ലെങ്കിൽ പഴയ ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു ഉലർത്തുന്ന വിഷയങ്ങളുണ്ടാകാം. അതായിരിക്കാം നിങ്ങളെ ഈ മാസങ്ങളിൽ മനസ്സിന് സന്തോഷം കെടുത്തുന്നത്. ഇപ്പോൾ എന്തു തന്നെയായാലും ഗുണഫലങ്ങളുടെ കാഠിന്യമുണ്ട്. പക്ഷെ മനസ്സന്തോഷം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശിവഭഗവാന്റെ കാൽക്കൽ അഭയം പ്രാപിക്കുന്നത് ഗുണകരമായിരിക്കും. ഭഗവാന്റെ മുന്നിൽ ചെല്ലുക, പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഭഗവാന് ജലധാര നൽകുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. സമസ്ത അപരാധങ്ങളും പറഞ്ഞ് ഭഗവാന്റെ കാൽക്കൽ അഭയം പ്രാപിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളെ രക്ഷിക്കും ഭഗവാൻ. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ കാരണത്താൽ നല്ലൊരു സമയമുണ്ടാകട്ടെ, ദോഷങ്ങളൊക്കെ അകന്ന് പോകട്ടെ, മനസ്സ് സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.